ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരു ദിവസം മജ്ലിസിൽ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആളുകൾക്ക് നസീഹത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആര്? ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. തങ്ങൾ ഈ നസീഹത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു പരുന്ത് ഇങ്ങനെ അതിനിടയിൽ കൂടി ഇങ്ങനെ പറക്കാൻ തുടങ്ങി. പരുന്ത് ഇതിങ്ങനെ പറക്കുമ്പോ ആളുകൾ അങ്ങനെയാണല്ലോ, അന്നും എന്നും ഒക്കെ അങ്ങനെ നമ്മളെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ഒരു പൂമ്പാറ്റ വന്നാൽ മതി, എല്ലാരെയും അതുങ്ങളും നമ്മളൊക്കെ കണക്കാണ്. അപ്പൊ ഈ പരുന്ത് ഇങ്ങനെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മജ്ലിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറിയപ്പോ ആൾക്കാരെ ഇങ്ങോട്ട് നോക്കി. ഇതൊരു സ്വീപ്പാന്ന് കണ്ടപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, പിടിതിനെ. കാറ്റിനോടാ പറയുന്നത്. കാറ്റിനോട് പറഞ്ഞു ഇതിനെ പിടി. കാറ്റ് പിടിച്ചിട്ട് അതൊക്കെ അതിന്റെ തല ആ ഭാഗത്ത് അങ്ങനെ പിടിച്ചു. അല്ലാതെ കാറ്റിനെ പിടിച്ചിട്ട് പിന്നെ അവിടെ ഇറക്കി തന്നിട്ട് കാര്യമില്ലല്ലോ, ആ ശല്യം അവിടെ തീരണം. അപ്പൊ പരുന്തിന്റെ തല ഒരു ഭാഗത്ത്, ഉടല് മറ്റൊരു ഭാഗത്ത്, അത് രണ്ടോടെ വീണ് ആൾക്കാർക്ക് മനസ്സിലായത് കാര്യം ഗൗരവമാണ്, ഇങ്ങോട്ടെ ശ്രദ്ധിക്കണം. മജ്ലിസ് കഴിഞ്ഞു, ശൈഖ് അവർകൾ എണീറ്റു, ആ തലി ഉടലൊക്കെ കൂട്ടി അതിനെ ഹയാത്താക്കി വിട്ടു. ഓ, വളരെ സിമ്പിൾ. കാറ്റിനോടാണ് പറഞ്ഞത് പിടിക്കണം അതിനെ. ഇങ്ങനെയുള്ള കുറെ ലൂക്കുകൾ ഉണ്ട് ഇവിടെ. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, കാറ്റിനോട് പറയാണ് പരുന്തിനെ ഖത്തറാസ് എന്നാ പറഞ്ഞിരിക്കണത്, ആ തലേന്റെ വെട്ടിക്കളാന്നാ പറഞ്ഞിരിക്കണത്. പിടിക്കുന്ന് പറഞ്ഞു, പക്ഷെ കാറ്റ് തലേനെ വെട്ടി എന്നുള്ളതൊക്കെയാണ് ഈ സുജായി പറയണത്. പ്രിയമുള്ളവരെ, കാറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറ ഖുറ എന്ന് പറയുന്ന ആളാണോ? ഇങ്ങനെ പറയുമ്പോൾ തെറ്റിയിരിക്കൊന്നും വേണ്ട. ഷെയ്ഖ് ജീലാനി റഹിമഹുല്ല എന്ന് പറയാൻ ഇവർക്ക് ഇനിയും അറിയില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ പറയുക? ഓക്കെ, ഇവിടെ പുടിക്കതിനെന്ന് പറയുമ്പോൾ തന്നെ തല വെട്ടിയിടുകയാണ്, അത് അനുസരണക്കേടല്ലേ? ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. അതിനുശേഷം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ശല്യമൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉടലും തലയും കൂടി ഒട്ടിച്ചിട്ട് എന്നിപ്പോൾ തുപ്പലം കൂട്ടി ഒട്ടിച്ചോന്നാവേ, എന്നിട്ട് ഒട്ടിച്ചപ്പോൾ അതാണ് പറന്നുപോയി. ഇത്രേ ഒരു മിനിറ്റ്, ഏതെങ്കിലും ജനവാസ കേന്ദ്രങ്ങളിലൂടെ പരുന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറന്ന് പൂമ്പാറ്റകളെ പോലെ പറന്ന് കളിക്കാറുണ്ടോ? എന്ത് നുണയാണ് ഈ ചെങ്ങായിയൊക്കെ പറയണത്? ഇതുപോലുള്ള നുണകൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ എമ്പാടുമുണ്ട് എന്നുള്ളതാണ്. ഇനി വേറൊരു നുണ ഉണ്ട്, പെരുന്നൊണ. ആ നുണയെന്ന് കേട്ടു നോക്കാം നമുക്ക്. ഇതാ കേട്ടോളി. നമ്മളെപ്പോഴും അറിയുന്ന സംഭവല്ലേ, ഒരു ദിവസം മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കാണാൻ ഔലിയാക്കന്മാര്, വേറെ ഒരുപാട് ഔലിയാക്കന്മാര് വരുന്നു. ഏതൊക്കെ ഔലിയാക്കന്മാർ? എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നു. എന്താ ഭക്ഷണം? ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ശൈഖ് അവറുകൾ ഖാദിമിനോട് പറയുന്നു, ഖാദിമിനോട് പറയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കൂ. അപ്പോഴാ ഖാദിമ് പറഞ്ഞു, അനസ്വായിമുൻ, ഞാൻ നോമ്പ് നിൽക്കുന്ന ആളാണ്, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ ഭക്ഷണം കഴിക്കൂല. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ, വലക അജ്റു ശഹർ, ഒരു മാസത്തെ കൂലി ഞങ്ങൾ തരാം, ഒരു മാസത്തെ കൂലി ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ. ഖാദിം പറഞ്ഞു, അനസ്വായിം, ഞാൻ നോമ്പുകാരനാണ്, അനങ്ങൂല. അവ പറഞ്ഞു, ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ, ഒരു വർഷത്തെ കൂലി തരാം. അപ്പോഴും മൂപ്പര് പറയുന്നു, അനസ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. പിന്നെ പറഞ്ഞു, ജീവിതകാലം മുഴുവനും നോമ്പ് നോറ്റ കൂലി തരാം, ഞങ്ങളെ കൂടെ തിന്നോളൂ. കൂട്ടാക്കിയില്ല. ഔസുല്ലാളമിന്റെ ദേഷ്യം അങ്ങ് വന്നുപോയി. ആ സെക്കൻഡിൽ തന്നെ ഖാദിം അവിടെ വീടുകയാണ്. വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി, ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങി, രക്തവും ചലവും അതാ വായയിലേക്ക് വരികയാണ്, വായയിലൂടെ പുറത്തേക്ക് വരുന്നു. എല്ലാ മശായിഖന്മാരും ആ കാലിൽ വീഴുന്നു. ആ വീഴ്ചയിൽ ശൈഖ് ജീലാനി തങ്ങൾ മാപ്പ് ചെയ്യുന്നു, ആ രോഗമില്ലാതെയാകുന്നു. എന്തൊക്കെ ഇപ്പൊ ഇയാള് പറയണത്? ഒരാള് നോമ്പുകാരനാണ്, ഓന്റെ നോമ്പണ്ട് മുറിപ്പിച്ചേ അടങ്ങുള്ളൂ എന്നുള്ളതാണ് ഷെയ്ഖ് ജീലാനിയുടെ നിയ്യത്ത് എന്നുള്ളതല്ലേ ഇപ്പൊ ഇയാൾ ഈ പറഞ്ഞത്. അപ്പൊ എന്താണ് നോമ്പ്? അത് പോട്ടെ, അതിനിടക്ക് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നോമ്പ് മുറിച്ചോളൂ, ഒരു മാസത്തെ കൂലി ഞങ്ങൾ തരാന്ന്. നോമ്പിന് കൂലി നൽകുന്നത് ആരാണ്? നൗഷാദെ, ആസനി എന്നുള്ള പാട്ട് ആരെ കണക്ക് തന്ന്? എന്തൊക്കെ നുണ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അല്ലേ? ഇവിടെ നോമ്പിന് കൂലി നൽകുന്നവൻ അള്ളാഹു ആണ്. ഇവിടെ പൊന്മള പറയുന്നൊരു സംഭവം ഉണ്ട്, ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് തിരയേണ്ടതുണ്ട്. എവിടെ ഇപ്പത് സംഭവം? ഓലിക്കുള്ള മറുപടി തന്നെ ആവുമ്പോഴാണ് അതിനൊരു ചൊറുക്കുണ്ടാവുള്ളൂ. കേട്ടോ കാണി.
കുറുവട്ടൂർക്കാരൻ ഒരു ചങ്ങാതി ഹാഫിദ് എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയണേ. എനിക്ക് പിന്നെ അസുഖമൊന്നും ആയതിന് വരില്ല, എനിക്കുമില്ല. അതുകൊണ്ട് ആ ഒന്നും ഞാൻ വിശ്വസിക്കും. ഞാനും വിശ്വസിക്കൂല, നിങ്ങളെ പോലെ തന്നെയാണ്. ഞാൻ വിശ്വസിക്കണമെങ്കിൽ നല്ലൊരു ഉസ്താദിൽ നിന്ന് ഓതിപ്പിടിച്ച ആളാണ്, കാന്തപുര ഉസ്താദിനെ പോലെ അല്ലേ? അല്ലാത്ത ഏതുണ്ടല്ലോ കറാമത്ത് ഇങ്ങനെ ഒന്നിനെ ശേഷം മറ്റൊന്നായി. കറാമത്ത് എന്ന് പറഞ്ഞാൽ പോലെ കള്ളക്കറാമത്ത് കറാമത്തൊന്നും ഞാനും വിശ്വസിച്ചൂല. എന്നെ പോലെ വിശ്വസിക്കാത്തവരുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, ഞാണ്ട്. നേരെ മറിച്ച് മുഴുവൻ ആളുകളും കേൾക്കുമ്പോഴേക്ക് അത് വിശ്വസിച്ചല്ല, ഉള്ളതിന്റെ ഇരട്ടി ആദ്യം പറഞ്ഞതിന്റെ ഇരട്ടിയ പിന്നെ ഇങ്ങനെ നോക്കുമ്പോ എത്ര കറാമത്ത് കണ്ട മുജാഹിദും ജമാഅത്തും തബലീഗുകാരും മുഴുവൻ നമ്മളെ കുതിര കയറാൻ വേണ്ടി ഇതാണ് ഉപയോഗപ്പെടുത്തുക. കേട്ടങ്ങള്? ഞാൻ കേട്ടു നോണ പറഞ്ഞ പിന്നെ ഉപയോഗപ്പെടുത്തും. പ്രസംഗം കേട്ടോ? കേട്ടു. ആ പ്രസംഗത്തിൽ പറഞ്ഞ ഇതൊക്കെയാണ് അഗ്നിയായ മുഹാലടക്കും കറാമത്തും ഒക്കെ ഉണ്ടാവൂല. ഇല്ല, അതന്നെ സംഭവിക്കാത്തോന്ന് അത് കറാമത്തായി എടുക്കാം. അതുകൊണ്ട് അതിലൊക്കെ വിശ്വസിച്ചാണ് ഉസ്താദുമാരെ തള്ളിക്കളി. ഒരു മിനിറ്റ്. അപ്പൊ എന്താ പറഞ്ഞത്? മുഅ്ജിസത്തും കറാമത്തിലും മുഹാൽ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. അള്ളാഹ്ക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം. അള്ളാഹ്ക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ലേ, അപ്പൊ അതിൽ മുഹാൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇടങ്ങേറാണ്ട. പിന്നെ മടവൂരിലെ CM അബൂബക്കർ ഔലിയ കാക്കക്ക് മൂപ്പർക്ക് ഇതൊക്കെ കഴിയും എന്നുള്ള ആ രൂപത്തിലുള്ള അത് പച്ചപ്പൊള്ളാണേ, കരിമ്പൊള്ളാണ്. നിങ്ങൾ പറയും, രസമുണ്ട് എന്തായാലും. ഞാൻ പറയട്ടെ, അങ്ങനത്തെ കറാമത്തും പറയണ്ട, മുൻകനായ കാര്യം കറാമത്ത് പക്ഷെ സാധാരണഗതിയിൽ നടക്കാത്ത ഒരു കാര്യമാകുമ്പോ ഒരു അസാധാരണത ഉണ്ടാവും. അതാണ് കറാമത്ത്. അസാധാരണമായ ഒരു കാര്യം തന്നെയാണ് കറാമത്ത്. ഈ അസാധാരണമായ കാര്യം അത് നിസ്കരിക്കാത്ത, നോമ്പൊലിക്കാത്ത, പുലിമേദീൻ്റെ പിന്നാലെ അടക്കണേ, അതുപോലെ തന്നെ കുപ്പയിൽ ഇരുന്നിരുന്ന കുപ്പസ്വാമിക്ക് അതുപോലെ ഉള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഉസ്താദ്. നിങ്ങളെ പോലെ തന്നെയാണ് നിങ്ങൾ പറയും, രസമുണ്ട് എന്തായാലും നിങ്ങൾ പറയണത്. ഞാൻ ബഹുമാനപ്പെട്ട മടവൂർ ശൈഖിനെ നിങ്ങളെ കുറിച്ച് പറയണാണ്. കുറച്ചൊക്കെ സത്യമാണത്, കംപ്ലൈന്റ് അല്ല. ബഹുമാനപ്പെട്ട മടവൂരിനെ സംബന്ധിച്ച് അവര് പറയുന്ന ഓരോ പേര് മുതബിറുൽ ആലം, ഞാൻ പറയാം, കുത്തുബുൽ ആലം, ഒരു ഒലിയന് അള്ള കൊടുക്കുന്ന ഓരോ കതിറാണ് ആ പേര്. ആ ഒലിയന്റെ അള്ളാന്റെ അടുത്തുള്ള കതിർ അത് തന്നെയാണോ, അതിന്റെ മേലെയാണോ, അതിന്റെ താഴെയാണോ? വഹീ വേണം അറിയണമെങ്കിൽ. വഹീ വേണേ, വഹീ നിലച്ചു. അതറിഞ്ഞാലല്ലേ ഒരു പേര് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പറയേണ്ടത് എവിടെ അറിയോ? നിങ്ങളെ വലിയ ഷെയ്ഖ് ഉണ്ടല്ലോ, നിങ്ങളെ വലിയ ഷെയ്ഖ് AP അബൂബക്കർ മൗലവിയുടെ അടുത്ത് നിങ്ങളൊന്ന് പോയി പറയും. മൂപ്പര പറഞ്ഞത് മുദബ്ബിറുൽ ആലാണ് എന്നുള്ളത്. എവിടെ നോക്കിയിട്ട്? ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ നോക്കിയിട്ടാ പറഞ്ഞേക്കണത്. അത് ആരെ കുറിച്ചാ പറഞ്ഞേക്കണത്? ഈ പറയപ്പെട്ട നിങ്ങൾ പരാമർശിച്ച CM അബൂബക്കർ ഔലിയ കാക്കാനെ കുറിച്ചിട്ടാ പറഞ്ഞത്. എന്തായാലും പറയും, രസമുണ്ട്. ഒരു പറഞ്ഞതാണ്, വെറുതെ പറയണേ. എന്താ പറഞ്ഞാല് അല്ലാന്ന് പറയാ? നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം.
ബിദയ്യായി, അയാൾ ദൈവബന്ധിയാണ്. വഹാബിയായി, വഹാബി. ദൈവബന്ധിയാള് പെണ്ണെന്ന് ദൈവബന്ധിയൊക്കെ ചെറുത്. നേരെ പറഞ്ഞു. അപ്പൊ സുലൈമാൻ ഉസ്താദ് ദൈവബന്ധിയാണ്, ദൈവബന്ധിൽ പഠിച്ചാണ്. ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ് ഇസ്മായിൽ ഉസ്താദ് ദൈവബന്ധിൽ പഠിച്ചാണ്. അങ്ങനെ എത്ര ദൈവബന്ധികളുണ്ട്? ഒരുപാടുണ്ട്. ഒക്കെ മുത്തദീങ്ങളാ? അല്ല, മുബത്തദികൾ എന്ന് പറയേണ്ടി വരും ഓല കണക്കില്. ഒറ്റ സംഗതിയാ നമ്മള് പറഞ്ഞാൽ പേരില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു. വലിയന്റെ ഖദർ ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ. ഒരു വലിയന്റെ ഖദർ അറിയെങ്കിൽ മറ്റൊരു വലിയന ആ ആളും വലിയാണ്. ബമ്പറന്തങ്ങൾ കുതുബുസമാൻ എന്ന് പറഞ്ഞ വലിയ നമ്മൾ പറയുന്നത് അതൊരു സ്ഥാനം. അതെങ്ങനെ നമുക്ക് കിട്ടി? ഉമ്മർ ഖാദി നമുക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർഖാദി പാപ്പ മഹാനായ തങ്ങളുടെ നേരെ മുരീദായിരുന്നു. ബഹുമാനപ്പെട്ടവർ അരിഫില്ല എന്നതിലൊരു തർക്കമില്ല. മൂപ്പർ അവിടെ കട്ടെ. ആ തർക്കല്ല എന്ന് പറഞ്ഞല്ലോ, അതേ ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെ വരുമ്പോ അവസാനം ഇപ്പൊ നിലവിൽ ലൈവായിട്ടൊരു വലിയുവാണല്ലോ. അതിപ്പോ ആരേ? മൂപ്പര് ആരിഫ് ബില്ലാണെന്നുള്ളതിന് ഒരു തർക്കമല്ല എന്നാ പറഞ്ഞത്. അതാരേ പറഞ്ഞത്? അത് മറ്റൊരു വലിയാണല്ലോ. ഒരു വലിയനെ തിരിച്ചറിയേണ്ടത് മറ്റൊരു വലിയനെ കൊണ്ടാണ്. ഇവിടെയാണ് പണി പേച്ചതേ. ഇതേ രൂപത്തില് ഒരു വലിയ അതാ നടക്കണുണ്ടല്ലോ, ആ തിരുമ്പാത്ത കുളിച്ചാത്ത മുടിയെത്താത്ത നഖം വെട്ടാത്ത ആ കാക്ക മൂപ്പര് വലിയാട്ടോ. ആരേ പറഞ്ഞേ? വേറൊരു മൊയന്ത്. അപ്പൊ ഒരു വലിയനെ തിരിച്ചറിഞ്ഞല്ലോ. അപ്പൊ ഇയാളും വലിയാട്ടോ. ഇതാരേ പറഞ്ഞു? വേറൊരു മൊയന്ത്. അപ്പൊ ഓനും അങ്ങോട്ട് ഇതന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത് സഹോദരന്മാരെ. ഇത് ഇവരെ പോലെയുള്ള ആളുകൾ ഇത് തുറന്നു പറയൽ കുറച്ചും കൂടി ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള തുറന്നു പറയലുകൾ അതാണ് നമുക്ക് ആവശ്യം. നമുക്ക് കുറെ കാര്യങ്ങൾ കൂടി പഠിക്കുവാൻ കഴിയും എന്നുള്ളതാണ് പറയാനുള്ളത്. വീഡിയോ ദീർഘിച്ചു പോവുക എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ഇത് അവസാനിപ്പിക്കുന്നു. ആവശ്യമെങ്കിൽ ഇത് സംബന്ധമായിക്കൊണ്ടൊരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.